ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ നമ്മൾ പുട്ടുണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് ചോറ് ചേർത്ത് കൊടുക്കാം. അത് തലേദിവസത്തെ ചോറായാലും കുഴപ്പമില്ല, നമ്മൾ അന്ന് വെച്ച ചോറായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ വെള്ളമൊന്നുമില്ലാത്ത ചോറും അതുപോലെ കുറച്ച് പൊടി. അപ്പോൾ പൊടി ഇട്ടിട്ട് നമുക്കൊന്ന് കൈ വെച്ചിട്ട് നന്നായി തിരുമ്മി കൊടുക്കാം. ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് മിക്സിയുടെ ജാറിൽ ഇതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ പൊടിച്ചെടുക്കുമ്പോൾ ഒട്ടും വെള്ളം ചേർക്കരുത്. നമ്മുടെ ചോറിൻ്റെ നനവ് കൊടുക്കാനെ വേണം നമ്മളെ പൊടി പൊടിച്ചെടുക്കാം. അപ്പോൾ കണ്ടില്ലേ, നന്നായി പുട്ടുപൊടി പാകമായി വന്നിട്ടുണ്ട്. ചോറ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. ആദ്യം തന്നെ ഒരുപാട് ചോറ് ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ ഇതാ ഇവിടെ ഒരാൾക്ക് പുട്ടിലേക്ക് തേങ്ങ വേണ്ട, ഒരാൾക്ക് പുട്ടിന് തേങ്ങ വേണം. അപ്പോൾ രണ്ട് തരത്തിൽ നമ്മളിവിടെ പുട്ട് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ സാധാരണ 2 ഗ്ലാസ് പൊടി എടുക്കുന്നിടത്ത് നമുക്ക് 1 ഗ്ലാസ് പൊടിയാണ് ചോറുണ്ടെങ്കിൽ ആവശ്യമായിട്ട് വരുള്ളൂ. പിന്നെ എന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ടിരിക്കും നമ്മുടെ പുട്ട്, പഞ്ഞി പോലെ ബ്രെഡ് പോലെ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഗ്രീൻ പീസ് മസാലക്കറിയും കൂടെ കൂട്ടിയിട്ട് നമ്മുടെ പുട്ട് കഴിക്കാൻ പോവാണ്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് ഗ്രീൻ പീസിൻ്റെ മസാലക്കറി തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇനി കാണിക്കുന്നത്. ചൂടായ ചട്ടിയിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സാധാരണ ഒഴിക്കുന്നതിലേക്കും 1 ടീസ്പൂണ് വെളിച്ചെണ്ണ കൂടുതൽ ഒഴിക്കുക. എന്നിട്ട് ഒരു 5-6 അല്ലി വെളുത്തുള്ളി, അതായത് വലിയ അല്ലിയാണെങ്കിൽ ഒരു 6 അല്ലി 7 അല്ലിയൊക്കെ എടുക്കാം. ചെറുതാണെങ്കിൽ അതിനനുസരിച്ച് കൂട്ടി കൊടുക്കാം. ആ വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് ചുവപ്പ് കളറായി വരുമ്പോൾ നമുക്ക് ഒരു മീഡിയം സൈസ് സവാള പൊടിയായി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. സവാള നന്നായി വാടി വരുന്ന സമയം നമുക്കൊരു തക്കാളി നന്നായി കഴിച്ചത് പൊടി അരിഞ്ഞിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. കൂടെ കുറച്ച് വേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ തക്കാളിയും ഉള്ളിയൊക്കെ നന്നായി ഉടഞ്ഞ് വന്നപ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല, എരിവിന് ആവശ്യമായിട്ടുള്ള മുളകും പൊടിയും കൂടെ ചേർത്തിട്ട് ചെറിയ തീയിൽ ഇതൊന്ന് കളർ മാറി വരുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ഒന്ന് നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരിക്കൽ കറി വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് കുതിർത്തി വേവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് കുറച്ച് ഇറച്ചിക്കറിയും കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ ആ ഗ്രീൻ പീസിൽ നിന്ന് കുറച്ച് ഗ്രീൻ പീസ് ഫ്രീസറിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണിത്. അപ്പോൾ അതിൻ്റെ തണുപ്പൊന്നും മുഴുവനായിട്ട് വിട്ടു വന്നിട്ടൊന്നുമില്ല. അപ്പോൾ ഇത് 1 കപ്പ് ഗ്രീൻ പീസ് വേവിച്ചതുണ്ട്. ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഞാനിതാ ഇതിലേക്ക് കുറച്ച് ചൂടുള്ള വെള്ളം, അപ്പോൾ നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 കപ്പ് ഗ്രീൻ പീസിൽ ഞാനിവിടെ ഒരു 1.25 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി തിളച്ച് ഗ്രീൻ പീസിൻ്റെ തണുപ്പൊക്കെ വിട്ട്, ഇനി ഗ്രീൻ പീസിൽ ഉപ്പ് കുറവുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ ഉപ്പ് ഇട്ട് കൊടുത്ത് ഇനി ഒന്ന് ചെറിയ തീയിൽ മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ചെറിയ തീയിൽ ഇതൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട്. ഓൾറെഡി ഇത് വേവിച്ച് വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് വേവിക്കാനൊന്നും നിൽക്കണ്ട. അപ്പോൾ ചെറിയ തീയിൽ ഒരു 10 മിനിറ്റ് ഒന്ന് തിളച്ച് വേവട്ടെ, അതുവരെ നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. ഇപ്പോൾ 10 മിനിറ്റിന് ശേഷം കറിയൊക്കെ നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് പുട്ടിനായതുകൊണ്ട് തന്നെ ഞാനിവിടെ തേങ്ങാപ്പാലോ തേങ്ങ വറുത്തരച്ചതോ ഒന്നും ഒഴിക്കുന്നില്ല. പത്തിരിക്കൊക്കെ ചപ്പാത്തിക്കും ദോശക്കൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച് തേങ്ങയും കൂടെ വറുത്തൊഴിക്കാം കേട്ടോ. അപ്പോൾ പുട്ടിൻ്റെ കൂടെ അടിപൊളി ടേസ്റ്റാണ് ഇങ്ങനെ ഒരു ഗ്രീൻ പീസ് കറിയും കൂടെ. അപ്പോൾ ഈ രീതിയിൽ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ.